വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഹൈലി സ്കെയിലബിൾ ആയ ഒരു ബിസിനസ് മോഡലിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും, വീട്ടമ്മമാരാണെങ്കിലും, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണിത്. ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ $1 മില്യൺ ആമസോൺ ചലഞ്ചിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മുടെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പിലുള്ള ഫ്രഷറായിട്ട് വരുന്ന ആളുകൾ പുതിയ പ്രൊഡക്റ്റ് എടുത്ത് FBAയിലൂടെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ടൈം കണ്ടെത്തി നല്ലൊരു എഫേർട്ട് ഇതിൽ ഇടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നാണ്. നിങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടെത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ മാനുഫാക്ചറുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കുക. അതിനുശേഷം ആ പ്രൊഡക്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഫേസ്ബുക്കിലൂടെ ആയാലോ അല്ലെങ്കിൽ ഗൂഗിളിലൂടെ ആയാലോ ഏതിലൂടെയെങ്കിലും അഡ്വർടൈസ് ചെയ്യുക. അഡ്വർടൈസ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് കണ്ടിട്ട് ആളുകൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ ഓർഡർ നിങ്ങൾക്ക് എത്തുമല്ലോ. ഈ ഓർഡർ എന്ത് ചെയ്യുക, നിങ്ങൾ മാനുഫാക്ചേഴ്സിന് അയച്ചു കൊടുക്കുക. മാനുഫാക്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് അയക്കും. അതായത് ഇവിടെ നിങ്ങൾ ഇൻവെന്ററി കീപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിന്റെ പാക്കിംഗ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് ആണ്. നിങ്ങൾ ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്യുന്നത് മാത്രം. ഉദാഹരണത്തിന് നിങ്ങളൊരു ഫുട്ബോൾ ഒരു 500 രൂപയുടെ ഫുട്ബോൾ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിൽ അതൊരു 800 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്യാണ്. ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ആഡ് കൊടുത്തിട്ട് ആ ആഡ് കണ്ട് ആളുകൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഓർഡറിന് എന്ത് ചെയ്യും, മാനുഫാക്ചേഴ്സിന് അയച്ചു കൊടുക്കും. മാനുഫാക്ചേഴ്സിന് അയച്ചു കൊടുത്ത് മാനുഫാക്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റിനെ പാക്ക് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കും. അതായത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻവെന്ററി കീപ്പ് ചെയ്തിട്ടില്ല, എല്ലാം ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നതും പാക്ക് ചെയ്ത് അയക്കുന്നതും മാനുഫാക്ചറാണ്. മാനുഫാക്ചർക്ക് നിങ്ങൾ 500 രൂപ കൊടുക്കണം, ബാക്കി അതിൽ നിന്നുള്ള 300 രൂപ നിങ്ങളുടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ബിസിനസ് മോഡലാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രോപ്പ് ഷിപ്പിംഗിൽ നമ്മൾ ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഹൈ പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതാണ് ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ തുടങ്ങി നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത ആളുകൾ അതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങൾ ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരും. നോർമൽ ആയിട്ടുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് മെത്തേഡുകൾ ഞാനൊന്ന് പറയാം. അതായത് നോർമലി ആളുകൾ ചെയ്യുന്നത് ഒന്ന് ഷോപ്പിഫൈ ആണ്. ഷോപ്പിഫൈ എന്ന് പറഞ്ഞാൽ കോഡിംഗ് ഇല്ലാതെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സർവീസ് ആണ്. അപ്പോൾ ഷോപ്പിഫൈ ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ ആളുകൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് വാട്സപ്പ് കാറ്റലോഗ്. വാട്സപ്പ് കാറ്റലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാനുഫാക്ചറിൽ നിന്ന് നല്ല പ്രൊഡക്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് വാട്സപ്പ് കാറ്റലോഗ്. വാട്സപ്പ് കാറ്റലോഗിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വാട്സപ്പ് കാറ്റലോഗിനെ കുറിച്ച് ചെയ്യാം. നമ്മൾ ഈ വീഡിയോ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത് നോർമൽ ഡ്രോപ്പ് ഷിപ്പിംഗിൽ നിന്ന് ചെറുതായിട്ട് ഒരു വ്യത്യാസമുള്ള ഒരു മോഡലാണ്. അതായത് ആമസോൺ FBA ആണ്. ആമസോൺ FBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡ്രോപ്പ് ഷിപ്പിംഗിൽ നിങ്ങൾ ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നില്ല. എന്നാൽ ആമസോൺ FBAയിൽ നിങ്ങൾ ചെറിയൊരു ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തി, നല്ല പ്രൊഡക്റ്റ് കണ്ടെത്തി, അതിനുശേഷം നല്ലൊരു മാനുഫാക്ചറിങ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് അവരുടെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മിനിമം ക്വാണ്ടിറ്റി വാങ്ങുക, വളരെ കുറഞ്ഞ പീസ് ക്വാണ്ടിറ്റി വാങ്ങുക. അതിനുശേഷം ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പ്രൊഡക്റ്റിനെ നിങ്ങൾ ആമസോൺ FBAയിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വരുന്ന ഓർഡറുകൾ ആമസോൺ FBA എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി പാക്ക് ചെയ്യും, ഷിപ്പ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു മോഡലാണ് ആമസോൺ FBA. FBAയുടെ സ്റ്റെപ്പുകൾ ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. ആദ്യം നിങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. അതിനുശേഷം ആ പ്രൊഡക്റ്റ് നിങ്ങൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ സീരീസിൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. കാരണം നമ്മൾ $1 മില്യൺ ആമസോൺ ചലഞ്ചിൽ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ സീരീസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ സീരീസിൽ വരുന്നതിന്റെ മുന്നേ തന്നെ എന്ത് ചെയ്യുക, ആദ്യം അതൊന്ന് പോയി കാണാം. നമ്മൾ ഈ ഒരു സീരീസ് 5 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് FBAയുടെ പ്രൊസീജിയറും അതുപോലെ തന്നെ നിങ്ങളുടെ GSTയിൽ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ആയിട്ട് FBAയുടെ അഡ്രസ്സിനെ ആഡ് ചെയ്യലാണ്. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് FBAയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ്. നാലാമത്തെ പാർട്ടിൽ നമുക്ക് FBAയിലേക്ക് ഇൻവെന്ററി എങ്ങനെ മൂവ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പറയാം. അഞ്ചാമത്തെ പാർട്ടിൽ FBAയുടെ ഒരു കൺക്ലൂഷനും അതുപോലെ തന്നെ ഇതിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു റിവ്യൂ നമുക്ക് പറയാം. FBA നമ്മൾ ചെയ്യുന്നുകൊണ്ടിട്ടുള്ള ബെനിഫിറ്റുകളിൽ ഒന്നാമത്തേതായിട്ട് ഫാസ്റ്റസ്റ്റ് ഡെലിവറിയാണ്. അതായത് ഒരാൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഡേ ഷിപ്പിംഗ്, 2 ഡേ ഷിപ്പിംഗ്, അതുപോലെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറി ആമസോണിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് പ്രൈം പേജ് ആണ്. ആമസോൺ FBAയിൽ നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിനൊക്കെ നിങ്ങൾക്ക് പ്രൈം പേജ് ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ബോക്സ് ആണ്. FBAയിലേക്ക് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ ബോക്സിന്റെ ടെൻഷൻ ഒന്നുമില്ല. കാരണം FBAയിൽ ഒരു പ്രൊഡക്റ്റ് അയച്ചാൽ അതിന് ബൈ ബോക്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. നാലാമത്തത് പ്രൊഡക്റ്റ് പാക്കിങ്ങോ ഷിപ്പിങ്ങോ അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്പോർട്ടേഷനിലെ ഡാമേജോ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വെറി ചെയ്യേണ്ട, എല്ലാം ആമസോൺ നോക്കും. അഞ്ചാമത്തേതായിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോഡൌൺ
പേജസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആമസോൺ ചെയ്തോളും. നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡൗട്ടുകളും നമ്മുടെ സ്റ്റാർഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോന് ശേഷം 1 hour സ്റ്റാർഗ്രാമിൽ ഫ്രീ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും സ്റ്റാർഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ആർക്കെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആക്സസ് കീ കൊടുത്തിട്ടുണ്ട്, അത് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം.